ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ചുരക്ക വെച്ചിട്ട് ഒരു കിടിലൻ കറിയാണ് കേട്ടോ, തൈരും ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയൊരു ചുരക്ക എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഫുള്ളായിട്ട് നമുക്ക് വേണ്ട, ഇതിൻ്റെ ഒരു ഹാഫ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്ന് കട്ട് ചെയ്യാണ്. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ തൊലി ഞാനിവിടെ കളഞ്ഞെടുക്കുന്നത് നമ്മളെ പീലർ വെച്ചിട്ടാണ്, കത്തി വെച്ചിട്ടോ എങ്ങനെ വെച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈസി പീലർ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനത് പീലർ വെച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കഴുകിയിട്ട് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കട്ടിമുള്ള വെച്ചിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിലാക്കുമ്പോൾ അധികം തിന്നാവാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അധികം നൈസാവാനും പാടില്ല, കനം കൂടാനും പാടില്ല. ഓക്കെ, ഇതേപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതിൻ്റെ സൈസ് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ സൈസായിരിക്കണം, അധികം തിന്നുമല്ല, കട്ടി കൂടിയിട്ടില്ല. ആ ഒരു മീഡിയം സൈസിലാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആ എല്ലാ ചുരക്കയുടെ മേലും നല്ല പറ്റി പിടിച്ച പോലെ തന്നെ ആ മസാല കിട്ടണം. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വഴുതനങ്ങ ഫ്രൈ ആക്കി എടുക്കില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അത് നേരമില്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആ മസാല അത്ര നേരം ആകുമ്പോൾ പറ്റി പിടിച്ചിട്ടിരിക്കും കേട്ടോ, നന്നായിട്ട് മസാല ആകുമ്പോൾ പിടിക്കും. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാം, ഒരുപാട് കട്ട് കരിയിക്കണ്ട. ഫ്ലെയിം മീഡിയത്തിലിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും നമുക്ക് ഫ്രൈ ആവുന്ന ഒരു പരുവം നമുക്കറിയാമല്ലോ കാണുമ്പോൾ, അത് ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ച് പെട്ടെന്ന് അധികം തിക്കൊന്നുമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കരിഞ്ഞു പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നല്ല എണ്ണ വാർന്നതിന് ശേഷം നമുക്ക് അതെടുത്ത് മാറ്റാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് ആ സെയിം എണ്ണ നമുക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടാവില്ല, അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഉള്ളി, നമ്മൾ ഓംപ്ലേറ്റിനെ കരിയില്ലേ അതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വലിയൊരു ഉള്ളിയാണ് കേട്ടോ, അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ്, നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഫ്രൈയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുമല്ലോ ഉപ്പിട്ടാൽ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കടുക് പൊട്ടിക്കുന്ന സമയത്തും നല്ല ജീരകം ഇടാം. ഇത് ഞാൻ ഉള്ളി വാട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് ഉള്ളി വാടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്, അത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടതാണ്. അതിനിപ്പോൾ മസാലയിൽ ഇടുന്നില്ല. മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. മീഡിയത്തിൽ തന്നെ ഫ്ലെയിം ഇടാൻ നോക്കുക, ഹൈയിലിടണ്ട. അതെല്ലാം വാട്ടി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചുരക്കല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചുരുക്കിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി, ഒരുപാട് ഇട്ടാണ്ട് മിക്സ് ചെയ്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ട് പുളിയുള്ള തൈര് നമ്മൾ ഒരു ഫോർക്കോ ബീറ്റർ വെച്ചിട്ടൊന്ന് ലൂസാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജാറിലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വെള്ളം നമ്മൾ ഈ കറിയിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, വെറും തൈരാണ് ആഡ് ചെയ്യുന്നത്. തൈര് ഒഴിച്ചത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ആ മസാലയിലും അതിൽ ചുരക്കൊക്കെ നന്നായിട്ട് ഈ തൈരിൽ ഒന്ന് മിക്സ് ആവണം. അത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവും, അതുകൊണ്ടാണ് ഓഫ് ചെയ്യാൻ പറയുന്നത്. ആ ഒരു ചൂടിൽ കിടന്ന് തന്നെ കറി സെറ്റ് ആവും കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് അത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. വെള്ളം തീരെ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം ലൂസാക്കാതെ ഈ ഒരു പരുവത്തിനാണ് എടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.